തിരുസന്നിധിയിൽ നന്ദിയോടടിയൻ വരുന്നു നിന്നെ ആരാധിപ്പാൻ. കനിവേകിടണേ കരുണാമയനെ ആരാധ്യനേശുവേ. തിരുസന്നിധിയിൽ നന്ദിയോടടിയൻ വരുന്നു നിന്നെ ആരാധിപ്പാൻ. കനിവേകിടണേ കരുണാമയനെ ആരാധ്യനേശുവേ. തിരുസന്നിധിയിൽ പൂർണ്ണ മനസ്സോടെ തരുന്നു എന്നെ നിൻ കരത്തിൽ. കരുതുന്നവനെ ശരണം മതിയെ സർവശക്തൻ യേശുവേ. തിരുസന്നിധിയിൽ പൂർണ്ണ മനസ്സോടെ തരുന്നു എന്നെ നിൻ കരത്തിൽ. കരുതുന്നവനെ ശരണം മതിയെ സർവശക്തൻ യേശുവേ. തിരുസന്നിധിയിൽ നന്ദിയോടടിയൻ വരുന്നു നിന്നെ ആരാധിപ്പാൻ. കനിവേകിടണേ കരുണാമയനെ ആരാധ്യനേശുവേ. തിരുസന്നിധിയിൽ നന്ദിയോടടിയൻ വരുന്നു നിന്നെ ആരാധിപ്പാൻ. കനിവേകിടണേ കരുണാമയനെ ആരാധ്യനേശുവേ.
തിരുസന്നിധിയിൽ നന്ദിയോടടിയൻ വരുന്നു നിന്നെ ആരാധിപ്പാൻ. കനിവേകിടണേ കരുണാമയനെ ആരാധ്യനേശുവേ. തിരുസന്നിധിയിൽ നന്ദിയോടടിയൻ വരുന്നു നിന്നെ ആരാധിപ്പാൻ. കനിവേകിടണേ കരുണാമയനെ ആരാധ്യനേശുവേ. തിരുസന്നിധിയിൽ നന്ദിയോടടിയൻ വരുന്നു നിന്നെ ആരാധിപ്പാൻ. സമർപ്പിത ജീവിതത്തിനായി ഞങ്ങൾ പരിശീലിപ്പിച്ച ഈ അർത്ഥിനികളെ പ്രതിഷ്ഠാകർമ്മത്തിലൂടെ തിരുസഭയോട് ഗാഠമായി ഒന്നിപ്പിക്കണമെന്നും സമർപ്പണത്തിന്റെ അടയാളമായി ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിന്റെ ഔദ്യോഗിക വസ്ത്രം ആശീർവദിച്ച് അവർക്ക് നൽകണമെന്നും ദിവികാരുണ്യ ആരാധന സന്യാസിനി സമൂഹത്തിന്റെ നാമത്തിൽ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. പ്രിയ മക്കളെ, നിങ്ങൾ എന്താഗ്രഹിക്കുന്നു? സന്യാസവ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ദിവികാരുണ്യ ആരാധന സന്യാസിനി സമൂഹത്തിൽ അംഗമാകുന്നതിന് ഈ സമൂഹത്തിന്റെ സന്യാസ സിദ്ധിയും പ്രത്യേക ചൈതന്യവും ജീവിത ശൈലിയും സ്വീകരിച്ച് മിശിഹായെ അടുത്തനുകരിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആമേൻ. പ്രിയ മാതാപിതാക്കളെ, നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു തിരുക്കർമ്മത്തിലാണ് നാം ആയിരിക്കുക. നമുക്ക് പ്രിയപ്പെട്ടവരായി സഹോദരിമാര് തങ്ങളുടെ ദൈവവിളിയെ തിരിച്ചറിയുകയും ആ വിളിക്ക് പ്രത്യുത്തരം നൽകാൻ കർത്താവിന്റെ മുമ്പിലായിരിക്കുകയും ചെയ്യുകയാണ്. ബാക്കി 5 ദിവസം 25 കൊല്ലം 4 നൂറ്റാണ്ട് കാലം കർത്താവിനോടൊത്ത് സഞ്ചരിച്ചതിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നിങ്ങൾ ഇരുകൂട്ടരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ജൂബിലേറിയൻസ് ചെയ്ത എല്ലാ സേവനങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ 4 നൂറ്റാണ്ട് മുഴുവനും തിരുസഭയ്ക്ക് വേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു എന്ന് എനിക്കറിയാം. നിങ്ങളുടെ സേവനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ ജൂബിലി എന്ന് പറയുന്നത് 50 കൊല്ലം ആകുമ്പോഴാണ്. 7 സാപത്ത് വർഷങ്ങളുടെ 7 ഗണങ്ങൾ ചേരുമ്പോൾ. അതുകൊണ്ട് അന്ന് നമ്മളെല്ലാവരും എഴുന്നേറ്റ് നടക്കുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ 25 ജൂബിലി ആഘോഷിക്കുന്നത്. പക്ഷെ നിങ്ങളെല്ലാം കണ്ടിട്ട് നിങ്ങൾ 50 അത് കഴിഞ്ഞ് പ്ലാറ്റിനം ജൂബിലിയും ആഘോഷിച്ചിട്ട് പോവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ജൂബിലേറിയൻസ് വഴി നമുക്ക് സഭയ്ക്ക് കൈവന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങളൊക്കെയും അനുഗ്രഹങ്ങളാണ്. വാസ്തവത്തിൽ ആദ്യത്തെ വായനയാണ് ജൂബിലേറിയൻസിന് വേണ്ടിയുള്ള വായന എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ 2ാമത്തെ വായന വളരെ കഷ്ടപ്പെട്ട് അതിനു വേണ്ടി തിരഞ്ഞുപിടിച്ചെങ്കിലും ഒന്നുമില്ലാത്ത ഇവരെ മേടിച്ചൊക്കെ തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് 1ാം വായന ജൂബിലേറിയൻസിന് പറ്റിയ വായനയാണ്. എന്തായാലും 1ാമത്തെ വായന, നീ അബ്രാഹമേ, നീ ഒരു അനുഗ്രഹമായിരിക്കും. അതാണ് ദൈവം അബ്രാഹത്തിന് കൊടുക്കുന്നത്. യു വിൽ ബി എ ബ്ലെസ്സിങ്. പ്രിയ സഹോദരിമാരെ, നിങ്ങൾ 25 കൊല്ലം ഒരു അനുഗ്രഹമായി ജീവിച്ചു. അത് ഈ ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹത്തിന് മാത്രമല്ല, തിരുസഭയ്ക്ക് നിങ്ങൾ അനുഗ്രഹമായിരുന്നു. നിങ്ങൾ
കണ്ടുമുട്ടിയ എല്ലാ വ്യക്തികൾക്കും നിങ്ങൾ അനുഗ്രഹമായിരുന്നു. നിങ്ങൾ ഇടപെട്ട സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ അനുഗ്രഹമായി. അനുഗ്രഹിക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല, ദൈവത്തിന് മാത്രമേ പറ്റൂ. ദൈവം നമ്മെ അനുഗ്രഹമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നാം പറഞ്ഞപ്പോഴൊക്കെ ദൈവം സംസാരിച്ചു. നാം പ്രവർത്തിച്ചപ്പോഴൊക്കെ കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിച്ചു. നാം ഇടപെട്ടപ്പോഴൊക്കെ ഈശോ തന്നെയാണ് ഇടപെട്ടത്. അതാണ് ദൈവം നമ്മളോട് പറഞ്ഞതിന്റെ അർത്ഥം, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, നിങ്ങളൊരു അനുഗ്രഹമായിരുന്നു എന്ന് ഏറ്റുപറയുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങളുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവകൃപയും ജൂബിലേറിയൻസിന് നേരുന്നു. നിങ്ങളാണ് ഈ ദിവസത്തിന്റെ കൂടുതൽ പ്രാധാന്യമുള്ള താരങ്ങൾ, അല്ലെ? അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ നെറ്റും മുടിയും ഒക്കെ വെച്ച് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു വിവാഹത്തിന് ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഈശോയെ നിങ്ങൾ വിവാഹം ചെയ്യാൻ പോവുകയാണ്. സന്യാസം എന്ന് പറയുന്നത് ഈശോയെ സ്വന്തമാക്കുക. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, കർത്താവ് എന്നെ സ്വന്തമാക്കി. ഞാൻ കർത്താവിനെ സ്വന്തമാക്കിയില്ലോ എന്ന് എനിക്ക് അറിയത്തില്ല. സ്ത്രീകളും ശരിയാണ്. കർത്താവ് എന്നെ സ്വന്തമാക്കി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. പ്രിയ സഹോദരിമാരെ, നിങ്ങൾ 3 മക്കളും ഈശോയാൽ സ്വന്തമാക്കി. ഈശോ നിങ്ങളെ സ്വന്തമാക്കി. ഈശോ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്ന് കൊച്ചിലേച്ചിയ പുണ്യവതി ദൈവവിളിയെ കുറിച്ച് പറയുമ്പോൾ പറയും, ദൈവവിളി എന്ന് പറയുന്ന ഒരു വിവാഹ അഭ്യർത്ഥനയാണെന്ന്, അല്ലേ? നിങ്ങൾ സിനിമ ഒന്നും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് സിനിമ രംഗങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കുകയല്ല. ഇങ്ങനെ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഒരാൾ വേറൊരാളോട് വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്കുന്നത്, വിൽ യു മാരി മീ എന്ന് പറഞ്ഞ് ഒരു മുട്ടുകുത്തി ഒരു റോസാപ്പൂ കയ്യിൽ കൊടുക്കാൻ ശ്രമിച്ചോണ്ട്, റോസാപ്പൂ സ്വീകരിച്ചാൽ വിവാഹം ചെയ്യാൻ സന്നദ്ധമാണെന്നാണ്. കൊച്ചുരേസ്യ ഉദാഹരണമാണ് പറയുക. സത്യത്തിൽ ഇന്ന് ഈശോ നിങ്ങളോട് ചോദിക്കുന്നതാണ്, നിങ്ങളോട് ഈശോ സ്നേഹപൂർവ്വം ചോദിക്കുകയാണ്, വിൽ യു മാരി മീ? നീ എന്നെ വിവാഹം ചെയ്യും? ശരിക്കും ആ ഒരു വിവാഹമാണ് ഈ സന്യാസം എന്ന് നിങ്ങൾ തിരിച്ചറിയും. കർത്താവിനെ നിങ്ങൾ വിവാഹം ചെയ്തു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും. ആ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോഴാണ് ചിലരൊക്കെ വഴിതെറ്റിപ്പോയ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നത്. സഭാചരിത്രത്തില് സിയന്നായിലെ വിശുദ്ധ കത്രീന ഒരിക്കല് ഈശോയോട് പറഞ്ഞു, എന്റെ ഈശോയെ, നീ എന്നെ വിവാഹം ചെയ്തത് സത്യമാണെങ്കിൽ എനിക്ക് ഒരു വിവാഹ മോതിരം ഇടിച്ചു തരും. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയില് ഒരു ഭാര്യയും തന്റെ ഭർത്താവിനെ സ്നേഹിച്ചതിനേക്കാളും അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കത്രീനാമ്മയുടെ ഈ വാഗ്ദാനത്തിൽ ഈശോ വീണു. ഈശോ അന്ന് രാത്രി അവളുടെ വിരലിൽ ഒരു വിവാഹ മോതിരം ഇടിയിച്ചു കൊടുക്കുന്നു. വാസ്തവത്തില് ഈ വിശുദ്ധയുടെ പടങ്ങളെല്ലാം കാണുമ്പോൾ നിങ്ങൾ ഒരു കല്യാണ മോതിരം ഇട്ട ഒരു സിസ്റ്ററിനെയാണ്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈശോയെ വിവാഹം ചെയ്തവരാണ് നിങ്ങൾ. ആ ഒരു വിവാഹം എന്നുള്ള സങ്കല്പം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. വിവാഹിതരായ സ്ത്രീകൾ അവരുടെ ഭർത്താവിനോട് മാത്രം ബന്ധം പുലർത്തി വിശ്വസ്തയോടെ ജീവിക്കുന്നു. നിങ്ങളോടും കർത്താവ് ആവശ്യപ്പെടുന്നതാണ്, നിങ്ങളുടെ ഭർത്താവായ ഈശോ മിശിഹായോട് വിശ്വസ്തയോടെ നിങ്ങൾ ജീവിക്കണം. വിവാഹം കഴിച്ച നിങ്ങളുടെ അമ്മമാരോട് ചോദിച്ചറിയാം, ഭർത്താവിന് ഇഷ്ടപ്പെട്ട കറി ഏതാണ് എന്ന് നിങ്ങളുടെ അമ്മയ്ക്കറിയാം. പോത്തിറച്ചി വളർത്തിയതാണ് പുള്ളിയുടെ ബലഹീനത എന്ന് നിങ്ങളുടെ അമ്മയ്ക്കറിയാം. അതാണ് അത് ഉണ്ടായി കൊടുക്കും. അതായത് ഭർത്താവിന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒരു ഭാര്യ എത്ര വിശ്വസ്തയോടെ ചെയ്തോളും. അതുപോലെ തന്നെ വിവാഹിതരായ ഭർത്താക്കന്മാരും തന്റെ ഭാര്യയുടെ താല്പര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവളെ സ്നേഹിക്കുകയും അവളുടെ ജീവിതം സന്തോഷകരമായി നിലനിർത്താൻ പരിശ്രമിക്കുകയും ചെയ്യും.
ശരിക്കും കൊച്ചുലേസ്യ പറയുന്നത് ഇത് ഒരു വിവാഹ ബന്ധമാണ് സന്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കൊച്ചുലേസ്യ ദൈവവിളിയെ സ്നേഹം എന്ന് നിർവചിക്കുന്നതിന്റെ കാരണം. വെറും സ്നേഹം, അത് ശരിക്കും ഒരു പ്രണയമാണ്. മിശിഹായും നിങ്ങളും തമ്മിലുള്ള പ്രണയത്തിന്റെ തുടക്കമാണ് ഇന്ന് എന്ന് നിങ്ങൾ തിരിച്ചറിയും. ആ പ്രണയത്തിൽ 25 കൊല്ലം പൂർത്തിയാക്കിയവരാണ് ഇവര്. പ്രണയിക്കാൻ തുടങ്ങിയായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൊള്ളു. അതാണ് അതിന്റെ 25 വർഷമാണ് നിങ്ങൾ ആചരിക്കുന്നത് എന്നോർക്കും. പ്രിയ സഹോദരിമാരെ, എന്താണ് ഈ സന്യാസത്തിന്റെ അർത്ഥം? ഒരർത്ഥം നിങ്ങൾ മനസ്സിലാക്കി, ദൈവം നമ്മളെ വിളിച്ചത് അനുഗ്രഹമാകാൻ വേണ്ടിയാണ് എന്നുള്ളൂ. രണ്ടാമത്തെ അർത്ഥം, ഈശോ നമ്മളെ സ്വന്തമാക്കി. അതാണ് ഞാൻ വിശദീകരിച്ചത്. ഈശോയുടെ സ്നേഹഭാജനങ്ങളായി നമ്മളെ അവിടുന്ന് മാറ്റി എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ സന്യാസം സ്ഥാപിക്കുന്ന രംഗമായിട്ടാണ് ഈ വചനഭാഗത്തെ മനസ്സിലാക്കുന്നത്. പൗരോഹിത്യം ഈശോ പെസഹാവ്യാഴാഴ്ച സ്ഥാപിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ഒരു സംശയവും. സിസ്റ്റേഴ്സിന്റെ ഈ ജീവിതക്രമം എപ്പോഴാണ് ഈശോ സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ ആർക്കും വലിയ പിടിയില്ല. അങ്ങനെ സ്ഥാപിച്ചു ഇല്ലയോ തന്നെ പലർക്കും സംശയവും. അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതക്രമം ഈശോ സ്ഥാപിച്ചു എന്നത് സത്യമാണ്. പണ്ട് സിസ്റ്റേഴ്സിന്റെ ഒരു മീറ്റിങ്ങിൽ എപ്പോഴാണ് ഈശോ സന്യാസം സ്ഥാപിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒരു സിസ്റ്റർ എഴുന്നേറ്റ് പറഞ്ഞു, മഗ്ദലന മറിയത്തിൽ നിന്ന് 7 പിശാചുക്കളെ പുറത്താക്കിയപ്പോഴാണ് ഈശോ. അതെങ്ങനെയാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പിശാചുക്കളെ പുറത്താക്കിയതും സന്യാസവും തമ്മിൽ എന്താണ് ബന്ധം? അതല്ല സന്യാസം. സന്യാസം ഈശോ സ്ഥാപിക്കുന്നത് കുരിശിൽ തന്റെ ബലി പൂർത്തിയാക്കുന്ന അവസാന നിമിഷത്തിൽ ഈശോ ഈ ഭൂമിയിൽ ചെയ്ത ഏറ്റവും അവസാനത്തെ പ്രവൃത്തി അവിടുന്ന് സന്യാസം സ്ഥാപിക്കും. കുരിശിൻ ചുവട്ടിൽ താൻ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനും തന്റെ അമ്മയായ പരിശുദ്ധ മറിയവും നിൽക്കുന്നത് കണ്ടപ്പോൾ ഈശോ അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. യോഹന്നാൻ എന്ന് പറയുന്ന അന്ന് 12-13 വയസ്സുള്ള ഒരു കൊച്ചു പയ്യനാണ്. ഈശോയുടെ ഒപ്പം നിഴല് പോലെ നടന്ന യോഹന്നാൻ എന്ന കുഞ്ഞ് അനാഥമായി പോകാതിരിക്കാൻ പരിശുദ്ധ അമ്മയെ ഈശോ ആ മകനെ പരമേൽപ്പിച്ചു കൊടുക്കുക. വകയിൽ അവര് ബന്ധുക്കളും കൂടിയാണ് എന്ന് നമുക്കറിയാം. ഏതാണെങ്കിലും ഈ യോഹന്നാന് പരിശുദ്ധ അമ്മയെ പരമേൽപ്പിച്ചു കൊടുക്കും. എന്നിട്ട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. പരിശുദ്ധ അമ്മ ശാരീരികമായി ജന്മം കൊടുത്ത മകനല്ല, മറിച്ച് ആ മകനെ ആത്മീയമായി സ്വീകരിക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഈ ഭൂമിയിലെ സങ്കടപ്പെടുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന, നിരാലംബരായ അനേകായിരം കുഞ്ഞുങ്ങളെ നോക്കി കർത്താവ് നിങ്ങൾ ഓരോരുത്തരോടും പറയാൻ പോകുന്നത്, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ മകൾ. അവരെ സ്വന്തം മക്കളായി കരുതി സ്നേഹിക്കണം, സ്വീകരിക്കണം, ശുശ്രൂഷിക്കണം. അതാണ് സന്യാസം. അതുപോലെ യോഹന്നാനോടും പറഞ്ഞു, ഇതാ നിന്റെ അമ്മ എന്ന്. ഈ ഭൂമിയിലെല്ലാ മനുഷ്യരും സിസ്റ്റേഴ്സിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് അമ്മമാരെ എന്നാണ്. വാസ്തവത്തിൽ നിങ്ങൾ അമ്മമാരാണ്. ചില സിസ്റ്റേഴ്സിനെ അമ്മ എന്നൊക്കെ വിളിച്ചാൽ ഇഷ്ടപ്പെടാതെ, ഞാൻ അമ്മയൊന്നുമല്ല, എനിക്ക് അത്രയും പ്രായമൊന്നുമില്ല, എനിക്ക് എന്നെ സിസ്റ്റർ എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ വാശിക്ക് പറയുന്ന ചില സിസ്റ്റേഴ്സുണ്ട്. ആരാധനാ സഭയിലല്ല, വേറെ ചില സഭകളിലാന്ന് വിചാരിച്ചാൽ അങ്ങനത്തെ സിസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ നിങ്ങളങ്ങനെ പറയരുത്. കാരണം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ അമ്മമാരാണ്. ഈ ഭൂമിക്ക് ദൈവം അമ്മമാരായി നിയോഗിച്ചു നൽകിയത് നിങ്ങൾ ഓരോരുത്തരെയുമാണ്. കാരണം നിങ്ങളുടെ സ്ഥാനം പരിശുദ്ധ കന്യകാമാതാവിന്റെ സ്ഥാനത്തിനൊപ്പമാണ്. കാരണം അമ്മയെ ഈ ഭൂമിക്ക് മുഴുവനും ദൈവം അമ്മയായി നൽകിക്കൊണ്ട് സന്യാസം സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ വിശുദ്ധ അക്വീനാസ് പുണ്യാളൻ അതിനെ ധ്യാനിച്ചുകൊണ്ട് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട്, Sacerdos est alter Christos, soror religiosa altera Maria എന്ന്. ലത്തീൻ ഭാഷയിലായതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറയാം.
ലത്തീൻ പഠിച്ചിട്ടുണ്ടാകിയാലും നോവിസുകൾ അല്ലെ? പഠിച്ചായിരുന്നോ? ഇല്ല. സാച്ചർദോസ് ആൾത്തർ ക്രിസ്തോസ് എന്ന് പറഞ്ഞാൽ പുരോഹിതൻ മറ്റൊരു ക്രിസ്തുവാണ്. നിങ്ങൾ കേട്ടിട്ടുള്ളൂ. അതിന്റെ തുടർച്ചയായിട്ടാണ് അക്വിനാസ് പുണ്യാളൻ പറയുക സോറോ റിലീഗിയോസ എന്ന് പറഞ്ഞാൽ ഓരോ സന്യാസിനിയും അൾത്തേര മറിയ. അൾത്തേര എന്ന് പറഞ്ഞാൽ മറ്റൊരു പരിശുദ്ധ കന്യകാമറിയം. ശരിക്കും പുരോഹിതൻ ക്രിസ്തുവാണ് എങ്കിൽ സന്യാസിനി പരിശുദ്ധ അമ്മയാണ് എന്നാണ് വിശുദ്ധൻ പഠിപ്പിക്കുക. അതൊരു പരമാർത്ഥമായ ചിന്തയാണ് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ. നിങ്ങളെ അമ്മമാരെന്ന് വിളിക്കുന്നത് നിങ്ങളുടെ പ്രായം കണ്ടിട്ടോ നിങ്ങൾ ചെയ്ത സേവനങ്ങളുടെ വലിപ്പം അറിഞ്ഞിട്ടോ ഒന്നുമല്ല. നിങ്ങളെ ഈ ദൈവജനം പരിശുദ്ധ കന്യകാമാതാവിന്റെ സ്ഥാനത്ത് കരുതി ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ആ ഒരു മാതൃത്വമാണ് സന്യാസം എന്ന് പ്രിയ സഹോദരിമാരെ നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയ മക്കളെ, നിങ്ങൾ 3 പേരും ഇന്ന് ഉയർത്തപ്പെടാൻ പോകുന്നത് ചെറിയ സ്ഥാനത്തേക്കല്ല, പരിശുദ്ധ കന്യകാമാതാവിന്റെ സ്ഥാനത്തേക്കാണ്. നിങ്ങളെ കാണുന്നവർ പരിശുദ്ധ അമ്മയെ കാണുന്ന ആദരവും സ്നേഹവും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അതിന് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ പരിശുദ്ധ അമ്മയാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം. അല്ലെ? നിങ്ങള് ബഹളം വയ്ക്കുകയും വഴക്കൂടുകയും ചൂടാകുകയും തറുതല പറയുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ ആളുകൾക്ക് മനസ്സിലാവും ഇത് വ്യാജമറിയമാണ്, പരിശുദ്ധ കന്യാമറിയം അല്ല എന്ന് ആളുകൾ പറയും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവം നിങ്ങളെ ഉയർത്തി നിർത്തിയ ഈ മഹോന്നത സ്ഥാനം അർത്ഥപൂർണമായി ജീവിക്കുവാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന സത്യം ഓർക്കും. പ്രിയപ്പെട്ടവരെ, സന്യാസത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും ഒക്കെ മൂല്യം കുറഞ്ഞുപോയി എന്നൊക്കെ വിലപിക്കുന്ന ഒരു ലോകത്ത് ഈ മക്കൾ സധൈര്യം സന്യാസത്തിന്റെ പടിയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഇവരെ അഭിനന്ദിക്കാതെ തരവില്ല. കാരണം സന്യാസം ജീവിക്കാൻ ഏറ്റവും അർത്ഥപൂർണമായ സമയമാണിത്. എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ, എല്ലാവരും ആക്ഷേപങ്ങൾ ചൊരിയാൻ വ്യഗ്രതപ്പെടുമ്പോൾ സന്യാസത്തിന്റെ യഥാർത്ഥ മൂല്യം കണ്ടെത്തണമെങ്കിൽ അത് നിധി കണ്ടെത്തിയ മനുഷ്യന്റെ മനസ്സ് ഈ മക്കൾക്കുള്ളത് കൊണ്ടാണ്. ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് കർത്താവ് ഈശോമിശിഹായാണെന്നും അവനാകുന്ന നിധി സ്വന്തമാക്കാൻ മറ്റെല്ലാം ഉപേക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്നും നിങ്ങൾ ഏറ്റുപറയുന്നതിന്റെ സാക്ഷ്യമാണ് നിങ്ങളുടെ ഈ പ്രഥമ സ്വീകരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ സഹോദരിമാരെ, പ്രശ്നങ്ങൾ എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഭയെ കർത്താവ് കൈവിട്ടു എന്നൊന്നുമല്ല എൻ്റെ അർത്ഥം. സഭയെ കർത്താവ് കാൽവരിയിലെ ബലി പൂർത്തിയാക്കാൻ അനുവദിക്കുന്ന സമയമാണത് എന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ ഈശോ പരമപിതാവ് ഈശോയെ കൈവിട്ട സമയമായിരുന്നോ ദുഃഖവെള്ളിയാഴ്ച എന്ന് ചോദിച്ചാൽ അല്ല. പിതാവായ ദൈവം ഈശോയെ ഏറ്റവും സ്നേഹത്തോട് ചേർത്ത് പിടിച്ച ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. അതുകൊണ്ടാണ് ഈശോ മരണനേരത്ത് പറയുന്നത്, പിതാവേ, അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. തൻ്റെ മുഖത്തോട് ചേർത്ത് മുഖം ചേർത്ത് നിന്ന് നിൽക്കുന്ന പിതാവായ ദൈവത്തെ ഈശോയ്ക്ക് കാണാൻ കഴിയുന്നു എന്നതിൻ്റെ അർത്ഥം. അതുപോലെയാണ് സഭയുടെയും അവസ്ഥ. സഭയ്ക്ക് കുറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്നു. സന്യാസത്തിലും പൗരോഹിത്യത്തിലും ഒക്കെയും ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. നമ്മളൊന്നും ഒളിച്ചു വെച്ചിട്ടോ ഇല്ല എന്ന് പറഞ്ഞിട്ടോ കാര്യമൊന്നും. അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും, ഇനിയും സംഭവിക്കും. ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് പറയാനും എനിക്ക് ധൈര്യമൊന്നുമില്ല. സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, അതൊന്നും സന്യാസത്തിന്റെയോ പൗരോഹിത്യത്തിന്റെയോ മൂല്യം ചോർന്നു പോയത് കൊണ്ട് സംഭവിക്കുന്നതല്ല. കർത്താവ് കൊടുത്ത കൃപയുടെ അർത്ഥം മനസ്സിലാക്കാതെ ചിലര് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. കിട്ടിയത് മുത്താണ്, പക്ഷെ അത് കൊടുത്തത് ഏതോ ജീവിക്കായി പോയി എന്ന് ഈശോ പറഞ്ഞതുണ്ട്. അത് നമ്മളെ കുറിച്ച് ആകാതിരിക്കാൻ നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ദൈവം തന്ന
അമൂല്യ നിധിയാണിത്. ഈ നിധി കർത്താവ് തന്നത് നമ്മുടെ ശരീരമാകുന്ന മൺപാത്രത്തിലാണ്. അതുകൊണ്ട് ഈ മൺപാത്രം ഉടയാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളെയും ഞാൻ പ്രത്യേകം നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. നിങ്ങളുടെ സമർത്ഥരായ ഈ 3 മക്കളെ നിങ്ങൾ കർത്താവിന് സമർപ്പിക്കുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ്, തിരുസഭയോടുള്ള സ്നേഹത്തിന്റെ സാക്ഷ്യമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഈ സമർപ്പണത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും ഈ സഹോദരിമാര് നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കും. ഈ സിസ്റ്റേഴ്സിന്റെ ഒരു ഗുണം അതാണ്. മാതാപിതാക്കളെയും സഹോദരങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ് സിസ്റ്റേഴ്സ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, സിസ്റ്റർമാരുടെ ആങ്ങളമാർക്കൊക്കെ എന്തെങ്കിലും ഓപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ അവരെന്നോട് വിളിച്ചു പറയും, പിതാവ് എൻ്റെ ആങ്ങളയ്ക്ക് ഒരു ഓപ്പറേഷനാണ്, പിതാവ് പ്രാർത്ഥിക്കണം എന്നുള്ളത്. കാരണം സ്വന്തം കുടുംബത്തെയും സഹോദരങ്ങളെയും മാതാപിതാക്കളെയും കുറിച്ച് അവർക്ക് അത്രമേൽ കരുതലും സ്നേഹവും ഉണ്ട് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. അത് നല്ല കാര്യമാണ്. ഈശോയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ഭൂമിയിൽ തനിക്ക് സ്വന്തമായിരുന്നവരെ അവൻ അവസാനം വരെയും സ്നേഹിച്ചു എന്ന്, അല്ലെ? അവരെയൊക്കെ നിങ്ങൾ മാതാപിതാക്കളൊക്കെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാലും ഉപേക്ഷിച്ചിട്ടൊന്നും ഇല്ല എന്ന് നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. അതുകൊണ്ടാണ് അവർ സമാധാനത്തോടെ ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ആധ്യാത്മികമായി നമ്മുടെ മാതാപിതാക്കൾക്ക് പിന്തുണയും സഹായവും പ്രാർത്ഥനയിലൂടെയുള്ള അനുഗ്രഹങ്ങളും പ്രാപിച്ചു നൽകാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ മക്കളുടെ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങളുടെ ഇതര മക്കൾക്കും അനുഗ്രഹത്തിന്റെ വലിയ വാതിൽ തുറന്നു തരും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുക. ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹത്തെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. തലശ്ശേരി അതിരൂപതയോടൊപ്പം വളർന്ന് ഈ അതിരൂപതയുമായ എല്ലാ അർത്ഥത്തിലും സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഈ ആരാധനാ സന്യാസിനി സമൂഹം എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. നിങ്ങൾ ഈ അതിരൂപതയ്ക്ക് ചെയ്യുന്ന എല്ലാ നന്മകളെയും നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. രൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങളോടും വളരെ ആത്മാർത്ഥമായ സഹകരണം ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ട്. അനേകം ഇടവകളിൽ ഈ സിസ്റ്റേഴ്സിന്റെ കോൺവെന്റുകളിലെ സഹോദരിമാരാണ് ശുശ്രൂഷ ചെയ്യുന്നത്. നമ്മളാരും അവർക്ക് 1 രൂപ പോലും കൊടുത്തിട്ടല്ല അവർ ഇടവകളിൽ വന്ന് സേവനം ചെയ്യുന്നത്. മറിച്ച് അവരുടെ സഹോദരിമാര് ജർമ്മനിയിലും അതിലേക്ക് പോയി പണിയെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ടാണ് ഇടവകയിൽ ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ അവർ പോറ്റുന്നതെന്ന് നമുക്കറിയാം. അതായത് നമ്മുടെ എത്രയോ ഇടവകകൾക്ക് അനുഗ്രഹമാകുന്ന സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യം, അവരുടെ സേവനത്തിന് വില കൽപ്പിച്ചാൽ അതിന് വിലയിടാൻ ആർക്കാണ് പറ്റുക? അത്രയും ശ്രേഷ്ഠമായ ശുശ്രൂഷ നമുക്ക് വേണ്ടി നിറവേറ്റി തരുന്ന ഈ സഹോദരിമാരെ അതിരൂപത ഏറെ ആദരവോടെ സ്നേഹത്തോടെ നോക്കിക്കാണുന്നു. തുടർന്നും നിങ്ങളുടെ ശുശ്രൂഷകൾ ഞങ്ങൾക്ക് ഈ അതിരൂപതയ്ക്ക് മുഴുവനും അനുഗ്രഹമാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരിമാരെ, വ്രതങ്ങളെക്കുറിച്ചും സുവിശേഷ ഉപദേശങ്ങളെക്കുറിച്ചും വേണ്ട വിധം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത ശേഷം വ്യക്തമായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും കൂടിയാണോ ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹത്തിൽ വ്രതവാഗ്ദാനം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വ്യക്തമായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും കൂടിയാണ് ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹത്തിൽ വ്രതവാഗ്ദാനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. തുടർന്ന് ഓരോ വ്രതങ്ങളും ഏറ്റെടുക്കാനുള്ള നിങ്ങളുടെ സന്നദ്ധതയാണ് ചോദിച്ചറിയുക. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ദാസന്റെ രൂപം സ്വീകരിച്ച് ലോകത്തിലേക്ക് വരികയും കുരിശുമരണത്തോളം കീഴ്വഴങ്ങി മനുഷ്യരക്ഷ സാധിക്കുകയും ചെയ്ത മിശിഹായെ പിൻചെല്ലുവാനും അനുസരണവ്രതം വഴി ദൈവത്തിന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുവാനും നിങ്ങൾ സന്നദ്ധരാണോ? ഞാൻ സന്നദ്ധയാണ്.
മിശിഹായോടും തന്റെ മണവാട്ടിയായ സഭയോടുമുള്ള ഐക്യത്തിൽ ആഴമായി പങ്കുചേരുവാനും അങ്ങനെ ബ്രഹ്മചര്യം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാമായി തീർന്ന് പ്രേക്ഷിത പ്രവർത്തനത്തിനും മനുഷ്യ സേവനത്തിനുമായി സ്വയം അർപ്പണം ചെയ്യുവാനും നിങ്ങൾ സന്നദ്ധരാണോ? ഞാൻ സന്നദ്ധയാണ്. സമ്പന്നനായിരുന്നിട്ടും തന്റെ ദാരിദ്ര്യത്താൽ നമ്മെ സമ്പന്നരാക്കുവാൻ വേണ്ടി സ്വയം ശൂന്യവൽക്കരിച്ച മിശിഹായിലൂടെ അവിടുത്തെ അടുത്തനുകരിക്കുവാനും ദാരിദ്ര്യവ്രതാനുഷ്ഠാനത്തിലൂടെ ദൈവജനത്തിന്റെ നന്മയ്ക്കായി സത്യത്തിലും അരൂപിയിലും ദരിദ്രരായി ജീവിക്കുവാനും നിങ്ങൾ സന്നദ്ധരാണോ? ഞാൻ സന്നദ്ധയാണ്. ദൈവകൃപയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് വ്രതങ്ങൾ പാലിച്ച് ജീവിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. ദൈവത്തിന് സ്തുതി. ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചൊരിയുന്നവന്റെ കാരുണ്യവും സംരക്ഷണവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ. അനുസരണത്തിന്റെയും ബ്രഹ്മചര്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും മാതൃകയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനകൾ എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് തെരഞ്ഞെടുത്തവർക്ക് വിനയത്തിന്റെയും പ്രതിഷ്ഠാ ജീവിതത്തിന്റെയും അങ്ങയിൽ നിന്നുള്ള വിളിയുടെയും സവിശേഷത സൂചിപ്പിക്കുവാൻ പ്രത്യേക വസ്ത്രങ്ങളും അടയാളങ്ങളും നൽകുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. തങ്ങൾ ലോകത്തിന് മരിച്ചവരും അങ്ങേക്ക് മാത്രമായി ജീവിക്കേണ്ടവരുമാണെന്ന് സദാ അനുസ്മരിപ്പിക്കുന്നതിനായി ഈ സന്യാസാർത്ഥിനികൾ ധരിക്കുവാൻ പോകുന്ന ഈ വസ്ത്രങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ. മിശിഹായോടുള്ള സ്നേഹത്തിന്റെയും വിധേയത്വത്തിന്റെയും നിസ്വാർത്ഥ സേവനം ചെയ്യുവാനുള്ള സന്നദ്ധതയുടെയും അടയാളമായി ഈ വസ്ത്രങ്ങളെ മാറ്റണമേ. സുവിശേഷ ചൈതന്യം പുലർത്തി എപ്പോഴും എല്ലായിടത്തും മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഇവർ പ്രാപ്തരാകട്ടെ. നിർമ്മലമായ ആത്മാവോടും പരിശുദ്ധമായ ചിന്തകളോടും കൂടി ജീവിച്ച് ബുദ്ധിമതികളായ കന്യകമാരെ പോലെ ഇവരും സ്വർഗരാജ്യത്തിന് അവകാശികളാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേ. ദൈവസ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനം കാൽവരിയിലെ മഹായാഗത്തിലാണ് നാം കാണുക. സ്നേഹാർദ്രമായ ത്യാഗത്തിലൂടെ രക്ഷയുടെ അടയാളമായി തീർന്ന കുരിശ് ഇനി ഈ സമർപ്പിതരുടെ ഹൃദയഭാവങ്ങളുടെ ഭാഗമായി ചേർത്ത് വയ്ക്കാനുള്ളതാണ്. ദൈവത്തിന് പ്രീതികരവും സജീവവുമായ സമ്പൂർണ്ണ ബലിയായി തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ നിത്യാരാധനയാക്കി മാറ്റുന്നതിന്റെ പ്രതീകമായി കുരിശും മെഡലും പരിശുദ്ധ അമ്മയൊഴിക്കുവാൻ ജപമാലയും ആശീർവദിച്ചു നൽകുകയാണ്. നമ്മെ സ്നേഹിക്കുകയും നമുക്കായി സ്വയം സമർപ്പിക്കുകയും ചെയ്ത മിശിഹായുടെ പെസഹാ രഹസ്യം ജീവിതത്തിൽ പ്രകാശിപ്പിക്കുവാൻ ഈ വിശുദ്ധ കുരിശും മെഡലും പരിശുദ്ധ അമ്മയോടൊത്ത് മിശിഹായുടെ ജീവിത രഹസ്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ഈ ജപമാലയും നിരന്തരം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സന്യാസ സമർപ്പണത്തിന്റെ ബാഹ്യ അടയാളവുമായ വിശുദ്ധ സഭാവസ്ത്രം അഭിവന്ദ്യ പിതാവിൽ നിന്ന് ഏറ്റുവാങ്ങുകയാണ് ഇപ്പോൾ നവസന്യാസാർത്ഥിനികൾ. പ്രിയമകളെ, ആദരവോടും ഭക്തിയോടും കൂടെ ഈ സന്യാസ വസ്ത്രം നീ സ്വീകരിക്കുക. ഇവ നിനക്ക് എന്നും ഒരു ആത്മീയ പടച്ചട്ടയായിരിക്കട്ടെ. പ്രിയമകളെ, ആദരവോടും ഭക്തിയോടും കൂടെ ഈ സന്യാസ വസ്ത്രം നീ സ്വീകരിക്കുക. ഇവ നിനക്ക് എന്നും ഒരാത്മീയ പടച്ചട്ടയായിരിക്കട്ടെ. പ്രിയമകളെ, ആദരവോടും ഭക്തിയോടും കൂടെ ഈ സന്യാസ വസ്ത്രം നീ സ്വീകരിക്കുക. ഇവ നിനക്ക് എന്നും
ഒരാത്മീയ പടച്ചട്ടയായിരിക്കട്ടെ. കൂടുതൽ ശ്രേഷ്ഠമായവയെ നേടാൻ സ്വന്തമായിരുന്നതിനെയും സ്വന്തമാക്കാമായിരുന്നതിനെയും ഉപേക്ഷിച്ച് ദൈവവിളിയുടെ ശബ്ദത്തിന് ദൈവമേ അവിടുത്തെ തിരുവിഷ്ടം നിറവേറ്റുവാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് പ്രത്യുത്തരമേകി നവസന്യാസാർത്ഥിനികൾ സഭാവസ്ത്രമണിഞ്ഞ് വ്രതവാഗ്ദാനത്തിനൊരുങ്ങി അൾത്താരയിലേക്ക് സഹസന്യാസിനിമാർക്കൊപ്പം കടന്നു വരികയാണ്. ഇവരുടെ സമർപ്പണത്തെ എന്നും വിശുദ്ധമായി കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. തിരുസന്നിധിയിൽ നന്ദിയോടടിയൻ വരുന്നു നിന്നെ ആരാധിപ്പാൻ. കനിവേകിടണേ കരുണാമയനെ ആരാധ്യനേശുവേ. സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ജീവിതം നയിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾ വഴി മിശിഹായെ അടുത്ത് അനുഗമിക്കുവാനും അങ്ങയുടെ ജനത്തിന് ശുശ്രൂഷ ചെയ്യുവാനും അതുവഴി അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഇവരെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. തിരുസന്നിധിയിൽ നന്ദിയോടടിയൻ വരുന്നു നിന്നെ ആരാധിപ്പാൻ. കനിവേകിടണേ കരുണാമയനെ ആരാധ്യനേശുവേ. തിരുസന്നിധിയിൽ നന്ദിയോടടിയൻ വരുന്നു നിന്നെ ആരാധിപ്പാൻ. കനിവേകിടണേ കരുണാമയനെ. അനുഷ്ഠാനത്തിലൂടെ സിസ്റ്റർ ലീന റോസ് കളരിക്കൽ ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹത്തിൽ സമർപ്പിത ജീവിതം നയിക്കുന്നതിനായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അതിലൂടെ ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹത്തിൽ സമർപ്പിത ജീവിതത്തിനായി സിസ്റ്റർ എവലിൻ മരിയ കല്ലടയിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും വേർതിരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വ്രതാനുഷ്ഠാനത്തിലൂടെ ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹത്തിൽ സമർപ്പിത ജീവിതം നയിക്കുന്നതിനായി സിസ്റ്റർ ഗ്ലോറിയ പാടിക്കൽ വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സുവിശേഷത്തിലെ മിശിഹായെ അടുത്ത് അനുകരിക്കുവാനും ദൈവത്തെ നിരന്തരം മഹത്വപ്പെടുത്തുവാനും സ്വർഗീയ സഭയെ ലോകത്തിന് ദൃശ്യമാക്കുവാൻ തക്കവിധം പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങളായി തീരുവാനും സഹോദരി അംഗമായിരിക്കുന്ന ദിവ്യകാരുണ്യ
ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കുവാനും വിശുദ്ധ ഗ്രന്ഥവും യാമപ്രാർത്ഥനയും നിയമാവലിയും സഹായിക്കുമാറ്. സുവിശേഷത്തിലെ മിശിഹായെ അടുത്ത് അനുകരിക്കുവാനും ദൈവത്തെ നിരന്തരം മഹത്വപ്പെടുത്തുവാനും സ്വർഗീയ സഭയെ ലോകത്തിന് ദൃശ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാനും പ്രാർത്ഥിക്കുന്ന സമൂഹമായി തീരുവാനും നിങ്ങൾ അംഗമായിരിക്കുന്ന ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കുവാനും വിശുദ്ധ ഗ്രന്ഥവും യാമപ്രാർത്ഥനയും നിയമാവലിയും സഹോദരിയെ സഹായിക്കും. സുവിശേഷത്തിലെ മിശിഹായെ അടുത്തനുകരിക്കുവാനും ദൈവത്തെ നിരന്തരം മഹത്വപ്പെടുത്തുവാനും സ്വർഗീയ സഭയെ ലോകത്തിൽ ദൃശ്യമാക്കുവാൻ തക്കവിധം പ്രാർത്ഥിക്കുന്ന സമൂഹമായി തീരുന്നതിന് സഹോദരി അംഗമായിരിക്കുന്ന ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കുവാനും വിശുദ്ധ ഗ്രന്ഥവും യാമപ്രാർത്ഥനയും നിയമാവലിയും സഹോദരിയെ സഹായിക്കും. ജീവിതത്തിന്റെ എല്ലാ നിമിഷവും ജാഗ്രതാപൂർവം യേശുവിനെ വരവേൽക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം ഓരോ സമർപ്പിതരും. ജീവിതത്തിന്റെ ഏകാന്ത വീഥികളിൽ വെളിച്ചമായി ലോകത്തിന്റെ പ്രകാശമായി ഈശോ കൂടെയുണ്ടാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അഭിവന്ദ്യ പിതാവ് നവസന്യാസിനിമാർക്ക് കത്തിച്ച തിരി നൽകുന്നു. പരിത്യാഗ ജീവിതത്തിന് പ്രതിസമ്മാനമായി സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്ന നിത്യകിരീടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ശിരസിൽ മുടി ധരിപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ അനുകരിച്ച് ജീവിക്കുവാൻ സഹോദരിക്കിടയാകട്ടെ. അവിടുത്തോടൊപ്പം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ദൈവം സഹോദരിയെ സഹായിക്കുകയും ചെയ്യും. നല്ല ഓട്ടം ഓടുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ കിരീടം നേടുവാൻ മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ അനുകരിച്ച് ജീവിക്കുവാൻ സഹോദരിക്കിടയാകട്ടെ. അവിടുത്തോടൊപ്പം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ദൈവം സിസ്റ്ററിനെ സഹായിക്കുകയും ചെയ്യും. നല്ല ഓട്ടം ഓടുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ കിരീടം നേടുവാൻ മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ അനുകരിച്ച് ജീവിക്കുവാൻ സഹോദരിക്കിടയാകട്ടെ. അവിടുത്തോടൊപ്പം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ദൈവം സഹോദരിയെ സഹായിക്കുകയും ചെയ്യും. നല്ല ഓട്ടം പൂർത്തിയാക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ കിരീടം നേടുവാൻ ദൈവം സിസ്റ്ററിനെ അനുഗ്രഹിക്കട്ടെ. മാർഗദീപമാകട്ടെ. നല്ല ഓട്ടം പൂർത്തിയാക്കിയവർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത മഹത്വത്തിന്റെ കിരീടം ദൈവം സിസ്റ്ററിനെ അണിയിക്കട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ എന്നും മാർഗദീപമാകട്ടെ. നല്ല ഓട്ടം പൂർത്തിയാക്കിയവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന മഹത്വത്തിന്റെ കിരീടം ദൈവം സിസ്റ്ററിനെ ധരിപ്പിക്കുമാറാകട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ എന്നും മാർഗദീപമാകട്ടെ. നല്ല ഓട്ടം പൂർത്തിയാക്കിയവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന മഹത്വത്തിന്റെ കിരീടം ദൈവം സിസ്റ്ററിനെ അണിയിക്കട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ എന്നും മാർഗദീപമാകട്ടെ. നല്ല ഓട്ടം പൂർത്തിയാക്കിയവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന മഹത്വത്തിന്റെ കിരീടം ദൈവം അണിയിക്കുമാറാകട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ എന്നും മാർഗദീപമായ സിസ്റ്ററിനെ
എന്തൊക്കെ നൽകിയാലും ആരെല്ലാം എന്തൊക്കെ പറഞ്ഞാലും ഈ ലോകം എന്തൊക്കെ നൽകിയാലും സ്വന്തം ജീവൻ എനിക്കു തന്ന നാഥനായി ജീവിക്കും ദൈവജനത്തിനായും. സ്വന്തം ജീവൻ എനിക്കു തന്ന നാഥനായി ജീവിക്കും ദൈവജനത്തിനായും. അഴുകി അഴുകി തീരും ഗോതമ്പിൻ മണി പോ അവസാന ശ്വാസം വരെ സോദര സ്നേഹം. അഴുകി അഴുകി തീരും ഗോതമ്പിൻ മണി പോ അവസാന ശ്വാസം വരെ സോദര സ്നേഹം. സഹനങ്ങൾ സ്നേഹത്തിൽ കോർത്തിണക്കി, ദുഃഖങ്ങൾ പൾത്താരയോടു ചേർത്ത്. സഹനങ്ങൾ സ്നേഹത്തിൽ കോർത്തിണക്കി, ദുഃഖങ്ങൾ പൾത്താരയോടു ചേർത്ത്. കണ്ണീരോടെ കുരിശു നോക്കി ശാന്തി ഞാൻ തേടിടും, ആത്മബലം നേടിടും. കണ്ണീരോടെ കുരിശു നോക്കി ശാന്തി ഞാൻ തേടിടും, ആത്മബലം നേടിടും.